ആഹാ 500ന്റെ ബൾബ് കത്തി നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ലോട്ടറി അടിച്ചതിന്റെ സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കെട്ടിയവൻ്റെ വായിന്ന് പോരുന്നോ എൻ്റെ കൂടെ എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് എവിടേക്കാന്നില്ലാണ്ട് ചാടി പുറപ്പെടും ഞാൻ എൻ്റെ മോനെ. കാരണം അങ്ങനെ ഒരു ചോദ്യം വല്ലപ്പോഴൊക്കെ ഞങ്ങൾ കേൾക്കാറുള്ളൂ. അപ്പോൾ എന്താ ഏതാണെന്നൊന്നും അറിയില്ല. വരുന്നോന്ന് ചോദിച്ചു, ആന്ന് പറഞ്ഞു, റെഡിയായി നിന്നോളാനും പറഞ്ഞു. അങ്ങനെ റെഡി ആയിട്ടൊക്കെ നിന്നിട്ട് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ എവിടെയാണെന്നറിയോ? എവിടെയാണെന്ന് എനിക്കും അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. മാഹി ഉണ്ടല്ലോ, മാഹി എത്തണ്ട അയ്യൂര് അങ്ങനെ എന്താണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരു ക്രാഫ്റ്റ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതാ റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവം. എന്തായാലും ശബ്ദമൊക്കെ പോയിട്ടുണ്ട്. നല്ല ജലദോഷം ചുമയൊക്കെ ഉണ്ട് കേട്ടോ. ക്രാഫ്റ്റ് ഫെസ്റ്റ് എന്ത് ഫെസ്റ്റ് ആണെങ്കിലും വേണ്ടില്ല, നമുക്ക് വല്ലപ്പോഴൊക്കെ ആട്ടോ ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളൊക്കെ വീണ് കിട്ടാറുള്ളൂ. ചേട്ടനാണെങ്കിൽ 9 to 7 ജോലി ചെയ്യുന്നതിൻ്റെ ക്ഷീണം കൊണ്ട് എവിടേക്കും പോകാനും ഇഷ്ടമല്ല. നമ്മളാണെങ്കിൽ 24/7 വീട്ടിലിരുന്ന് മടുത്തതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പോകാനുണ്ടെന്ന് കേട്ടാൽ അപ്പം ചാടി ഇറങ്ങും. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫുള്ള് മൂപ്പർക്ക് അറിയുന്ന ആൾക്കാർ തന്നെയായിരുന്നു. ഇവരൊക്കെ നമ്മുടെ ക്രാഫ്റ്റിൽ, അതായത് സർഗാലയിൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റ് നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരാണ് കേട്ടോ. അവരുടെ ഇത് കൂടാണ്ട് തന്നെ വേറെയും കുറേ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നെയ്ത്ത്, ഖാദി, അതുപോലെ തന്നെ കയറിൻ്റെ പ്രോഡക്ട്സ്, അങ്ങനെ കുറേ ഓരോ സ്റ്റാളുകളും നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അത്യാവശ്യം രാത്രി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമായിട്ടുള്ള മത്സ്യഫെഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്റ്റാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതിൻ്റെ മീൻ ചമ്മന്തി, അച്ചാർ, അങ്ങനെ. പിന്നെ ഇതാ ഈ ചെറുപ്പുകളൊക്കെ കണ്ടില്ലേ, ഇതിനൊക്കെ ആകെ 200 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല സെയിലുണ്ടായിരുന്നു അവിടെ, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്രാഫ്റ്റിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാൻ ചേട്ടൻ സമ്മതിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഫുള്ള് ഡ്രസ്സിൻ്റെ സ്റ്റാളുകളൊക്കെയാണ് കേട്ടോ. ഇവരൊക്കെ നമ്മുടെ ക്രാഫ്റ്റിൽ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ചേട്ടന് നല്ല പരിചയമാണ് അവരോടൊക്കെ. പിന്നെ നമ്മൾ കണ്ട് പരിചയമൊക്കെ ഉണ്ട്. പിന്നെയാണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് ഹിന്ദിയിലും. പിന്നെ അവർ ചോദിക്കുന്നതിനൊക്കെ അച്ഛാ ടീക്കെ എന്ന് മാത്രം മറുപടി പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു നോട്ടം കണ്ടപ്പോൾ ഞാൻ മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് വെറുതെ എന്തിനാ നമ്മൾ അവർക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഒരു വാക്കും കൂടെ അറിയാം, മുജേ ഹിന്ദി നെഹി മാലും, അതും ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അവരോട് ഫുള്ള് സംസാരമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെറുതെ അവിടെ നിന്ന് അളിയണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാനും മോനും കൂടെ അങ്ങനെ പിന്നെ തെണ്ടി നടപ്പായി അതിലൂടെയൊക്കെ. കൂടുതലും ഡ്രസ്സ് തന്നെയാണ്, സാരി, ചുരിദാർ മെറ്റീരിയൽ, ചുരിദാർ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് അവർ പറയുന്നുണ്ട് സെയിൽ വളരെ കുറവാണെന്നൊക്കെ. പിന്നെ ഇത് നമ്മുടെ കുന്തിരിക്കം പോയിക്കൂലേ, ആ സാധനമാണ് കേട്ടോ. കളിമണ്ണ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയത്. ഇവർക്ക് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നുള്ള ആൾക്കാരൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. പിന്നെ പെയിൻറ്റിങ്സും കാര്യങ്ങളും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ബാഗിൻ്റെ ഒരു സ്റ്റാൾ, കുറേ ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ബാഗിൻ്റെ ഒരു 2 സ്റ്റാളായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ബാഗ് മാത്രമായിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് വുഡ് കൊണ്ടുണ്ടാക്കിയതാണ് തോന്നുന്നത്. അതൊരു വിസിൽ പോലത്തെ ഒരു സാധനമായിരുന്നു, ഒരു ബേർഡിൻ്റെ, ഒരു കിളീൻ്റെ. അതവന് അവിടുത്തെ ചേട്ടൻ അറിയുന്നത് കൊണ്ട് തന്നെ അവന് കൊടുത്തതാണ് കേട്ടോ. അവനത് കുറേ നേരം അവിടെ ഊതിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് സാൻഡൽവുഡിൻ്റെ, ചന്ദനത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, ഒരു ചെയിനാണിത്. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്കും ചന്ദനത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ക്രാഫ്റ്റിലേക്ക് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ചേട്ടൻ അവരോടൊക്കെ. പിന്നെ ഈ സാരികളുണ്ടോ, നല്ല ഭംഗിയില്ലേ. ചുരിദാർ മെറ്റീരിയൽസും ഉണ്ട്, അതുപോലെ തന്നെ സാരി ഉണ്ട് കേട്ടോ. നല്ല സെയിൽ ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞു. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിനധികം റേറ്റ് ഒന്നുമില്ല, 20, 30 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഓരോ ഫ്ലവറിനൊക്കെ. അപ്പോൾ ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നേ. പിന്നെ ഈ കമ്മലുകളും മാല, അങ്ങനത്തെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇതിൻ്റെ വില കേട്ടപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു. എനിക്ക് ബ്ലാക്കും ആ മെറൂണൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് 450 രൂപയാണ് കേട്ടോ. ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ, ഇത്രയും റേറ്റൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചു തരാം. കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇയാളുടെ കയ്യിൽ. മൂങ്ങേൻ്റെ അങ്ങനത്തെ എന്തൊക്കെയോ കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതേപോലത്തെയൊക്കെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതിനെന്തോ പ്രത്യേകത ഉണ്ട് കേട്ടോ, എന്തോ ഒരു പ്രത്യേകതയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, മീനാക്കാരി ജ്വല്ലറി പെർമനൻറ്റ് ഇനാമൽ. അപ്പോൾ അതിനെന്തെങ്കിലും ഗ്യാരണ്ടി ഒക്കെ ഉണ്ടാവുമായിരിക്കും, അതായിരിക്കും ഇത്ര വില. എന്തായാലും നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ, ആൾക്കാർ വാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ ഞാൻ നിന്നില്ല, നമ്മൾ പെണ്ണുങ്ങളാണല്ലോ, നമ്മൾ നിന്ന് അത് അവിടെ നിന്ന് വാങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ വേഗം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പോയി. പിന്നെ വുഡിൻ്റെ കുറേ ഐറ്റംസ്, പ്ലേറ്റ്, പിന്നെ തവി, അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്ലേറ്റ്, ഇങ്ങനത്തെ ടെറാക്കോട്ടേൻ്റെ അങ്ങനത്തെ കുറേ പ്ലേറ്റ്, ഭരണികൾ, അങ്ങനത്തെ ഇല്ലേ, അതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വരുന്നത് ജൂട്ടിൻ്റെ ചെരുപ്പാണ് കേട്ടോ. അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ. ഇതൊന്നും വാങ്ങി നമുക്ക് ശരിയാവില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. ഈ ചേട്ടനുണ്ടല്ലോ, ഇവരൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ സർഗാലയിൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റ് നടക്കുമ്പോൾ വരുന്നവർ ആൾക്കാരാണ് കേട്ടോ.
അപ്പോൾ അതാ അവരും കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ സ്റ്റാൾ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അവിടെ കടത്തനാട്ട് അംഗത്തിൻ്റെ കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. കളരിപ്പയറ്റ് അങ്ങനെ ഇതാ അവരുടെ ശിഷ്യന്മാരാണെന്ന് തോന്നുന്നു. സ്റ്റേജിൽ അത്യാവശ്യം ആൾക്കാരും നല്ല പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ മോൻ ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ കളരി കരാട്ടെ ഇതൊക്കെ. അപ്പോൾ അവൻ കുറേ നേരം നോക്കി നിന്ന്. അവന് വരാനേ മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ അവിടുന്ന്. അവന് ഇഷ്ടമാണ് കേട്ടോ കളരിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഇവിടെ അടുത്തില്ല കളരി. നമുക്ക് കുറേ ദൂരം പോകണം. രാവിലെയൊക്കെ കൊണ്ടുവിടാനും കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പാടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഓൻ കരാട്ടെ പഠിക്കുന്നത്. അപ്പോൾ കളരി ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടപ്പോൾ ഇതാ ഭയങ്കര ആകാംക്ഷയായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ കളരി പയറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ച് നേരം കണ്ടു. പിന്നെ ഒരു വിധമാണ് കേട്ടോ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത്. പിന്നെ പാർക്കിലേക്കൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴാണ് വന്നത്. അങ്ങനെ ഇതാ ഒരു കാറിലൊക്കെ കയറ്റി. വേറെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു യന്ത്രഊഞ്ഞാൽ അങ്ങനത്തെ കുറച്ചൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയൊക്കെ കുട്ടികളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ അവൻ അങ്ങനെ കുറച്ച് നേരം അതിലങ്ങനെ കളിച്ചു. അധികം വേറെ റൈഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു യന്ത്രഊഞ്ഞാലും പിന്നെ ഒരു ട്രെയിനും അതൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഇതവിടെ നമ്മൾ കോളിഫ്ലവർ ബജ്ജി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇപ്പോൾ നമ്മൾ കോളിഫ്ലവർ ബജ്ജിയും പിന്നെ എനിക്ക് എവിടെ പോയാലും മസ്റ്റാണ് മുളക് ബജ്ജി. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുളക് ബജ്ജി. അപ്പോൾ അതും രണ്ടും വാങ്ങി കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. പൊരിച്ചപ്പം എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടും നല്ല ചൂടായതുകൊണ്ട് നമുക്കവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിടിക്കാനും പറ്റുന്നില്ല. ഇത് സ്നേഹം കൊണ്ടൊന്നല്ല കേട്ടോ, കൈ ഒഴിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ തരുന്നത്. ഭയങ്കര ചൂടുമായിരുന്നു. മോൻ്റെ കയ്യിലും കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുളക് ബജ്ജി. പക്ഷേ കോളിഫ്ലവർ ബജ്ജി ഉണ്ടല്ലോ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. മുളക് ബജ്ജി ആ ചമ്മന്തിയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. മോനും നല്ല ഇഷ്ടമാണ് കേട്ടോ മുളക് ബജ്ജിയൊക്കെ. അപ്പോൾ ആദ്യത്തെ ബജ്ജി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടാമത്തെ മുളക് ബജ്ജി നല്ല അസാധ്യ എരിവായിരുന്നു കേട്ടോ. കഴിക്കുമ്പോൾ ഒന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വീട്ടിൽ നിന്നേ മാങ്ങ ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ജ്യൂസ് കുടിച്ചപ്പോൾ ഒരു സമാധാനമായിട്ടോ. പിന്നെ കോളിഫ്ലവർ ബജ്ജി കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതാണ് ഉള്ളൊന്നും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. കോളിഫ്ലവർ ഭയങ്കര ഒരു പച്ച ചോയ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ കഴിച്ചോട്ടോ. അത്രയും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതും കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല. എല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. വേറെ കാണാനും ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കടത്തനാട്ടകം എന്നാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2 ദിവസം കൂടി മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. അതായത് 12 വരെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് പ്രോഗ്രാം. അങ്ങനെ ഇതാ ചേട്ടൻ പോയി സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെ നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ട് നമ്മൾ പോവാണ് കേട്ടോ. പക്ഷേ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുന്നതിൻ്റെ അരമണിക്കൂർ കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. തിരിച്ച് അത്രയ്ക്കും ബ്ലോക്കായിരുന്നു രാത്രിയായപ്പോഴത്തേക്കും. മോനാണെങ്കിൽ ഓരോ വണ്ടീനെയും വലയെറിഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്പൈഡർമാൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ കണ്ടോ അതായിരുന്നു അവൻ്റെ പരിപാടി. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഒരുവിധം നമ്മളിതാ അൽക്കാമന്തിയിൽ എത്തിയിട്ടുണ്ട്. വടകരയാണ് കേട്ടോ അൽക്കാമന്തി. നമ്മുടെ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് വരും. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. ചേട്ടൻ ഇവിടെ ആദ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെയും കൂട്ടിയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളി ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ മന്തിയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ അൽഫാം മന്തിയാണ് കേട്ടോ. കുറേ ആയി മന്തിയൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ ഇത് ആദ്യം സൂപ്പ് വന്നു. സൂപ്പ് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു കയ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം കുടിച്ചില്ല. ചേട്ടന് പിന്നെ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പരങ്ങ് കുടിച്ചു. പിന്നെ സാലഡ് വന്നു കേട്ടോ. നല്ലൊരു സാലഡായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മന്തി വന്നു. നല്ല മണമായിരുന്നു കേട്ടോ. എവിടെ കയറുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പുകയായിരുന്നു കേട്ടോ. മന്തി ആയതുകൊണ്ട് തന്നെ നല്ല മണവും. പിന്നെ ഇതാ വേഗം എടുത്തിട്ട് അങ്ങ് കഴിച്ചു. കുറേ ആയിട്ടോ കഴിച്ചിട്ട്. പിന്നെ ഇതേപോലെ ഹോട്ടലിലൊക്കെ പോയിട്ട് കുറേ ആയി. അപ്പോൾ പിന്നെ നല്ല കൊതിയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും. മോനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അവന് മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോൾ അവന് നന്നായിട്ട് കഴിക്കും. അപ്പോൾ അതാ മയോണൈസും പിന്നെ നമ്മുടെ അറബിക് ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ ആയി കഴിച്ചിട്ട്. പക്ഷെ മധുഹൂതാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ അത് ആവാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ ഒരുപാട് വൈകും നമ്മൾ വീടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ മന്തി തന്നെ ആക്കി കേട്ടോ. പിന്നെ ഏട്ടനിവിടെ ആദ്യം വന്നപ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ സ്പെഷ്യൽ തന്നെ. പക്ഷേ അതെന്താണെന്ന് അവരോട് ചോദിച്ചിട്ട് അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല. മൂപ്പര് കഴിച്ചപ്പോൾ അതിൻ്റെ പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേറെ ഫുഡ് ഓപ്ഷനൊന്നും നമ്മൾ നോക്കിയില്ല. നേരെ മന്തി തന്നെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഇവിടെ പിന്നെ നോക്കാത്തതാണ് നല്ലത്. ആ ചോറും ചീരക്കറിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു പോലും നോക്കൂല. അതാ മന്തി കഴിക്കുന്നുണ്ടോ. അതിപ്പോൾ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂലല്ലോ. അങ്ങനെയുണ്ട്. മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കും അത് തന്നെയാണല്ലോ ഇഷ്ടം. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് മന്തിയൊക്കെ ഏകദേശം കഴിച്ച്
പ്ലേറ്റ് കാലിയാക്കിയിട്ടുണ്ട് എന്തായാലും. അങ്ങനെ ഇതാ അവസാനം ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ച് അന്നത്തെ ഫുഡ് അവസാനിപ്പിച്ചിട്ടോ. പിന്നെ ഇതാ കൈ കഴുകാൻ പോയപ്പോൾ അവിടുത്തെ മിററിൽ നിന്നൊരു ഫോട്ടോ, പിന്നെ എക്സ്പെക്റ്റഡ് ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയി 2 ഫോട്ടോസും. അങ്ങനെ ഇതാ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു 10 മണി 10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.